ഈശോ രാത്രികാലത്ത് പ്രാർത്ഥിക്കുന്നു. ഈശോ കഫർനാമിലുള്ള പത്രോസിൻ്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നത് ഞാൻ കാണുന്നു. കഴിയുന്നത്ര നിശബ്ദമായാണ് ഈശോ ഇറങ്ങുന്നത്. പത്രോസിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഈശോ രാത്രി അവിടെ ചെലവഴിച്ചിരിക്കണം. എങ്ങും രാത്രിയുടെ നിശബ്ദത. ആകാശ നക്ഷത്രങ്ങൾ പതിച്ച ഒരു പരവതാനി പോലുണ്ട്. ആകാശത്തിലെ വെളിച്ചം ജലാശയത്തിൽ ചെറിയൊരു പ്രകാശം പരത്തുന്നു. തടാകം നക്ഷത്രങ്ങൾക്ക് കീഴെ ശാന്തമായി കിടന്നുറങ്ങുകയാണ്. ഇവിടെ നിന്ന് ജലവിരപ്പ് കാണാൻ പ്രയാസമാണ്. തടാകത്തിൻ്റെ കരയിലുള്ള ചരൽ കല്ലുകളിൽ ചെറിയ ചെറിയ ഓളങ്ങൾ വന്ന് തട്ടി പൊട്ടുന്നുണ്ട്. ഈശോ വാതിൽ തുറന്ന് ആകാശത്തേക്കും തടാകത്തിലേക്കും വഴിയിലേക്കും നോക്കി. എന്തോ ആലോചിക്കുകയാണ്. പിന്നീട് മുമ്പോട്ട് നടക്കുന്നു. തടാകത്തിൻ്റെ തീരത്തു കൂടിയല്ല, ഗ്രാമത്തിലേക്ക്. ഗ്രാമത്തിൻ്റെ ഒരു ഭാഗം മുറിച്ച് തുറസായി കിടക്കുന്ന പുരയിടങ്ങളിലേക്ക് പോകുന്നു. ഒരു മലഞ്ചെരിവിൽ നട്ടുവളർത്തിയിട്ടുള്ള ഒലിവ് വൃക്ഷങ്ങൾ നോക്കിയാണ് പോകുന്നത്. അങ്ങോട്ട് പോകാൻ വീതി കുറഞ്ഞ ഒരു നടപ്പാതയുണ്ട്. ഒലിവ് തോട്ടത്തിലെ പ്രശാന്തതയിലും നിശബ്ദതയിലും പ്രവേശിച്ച ഈശോ നിലത്ത് കുമ്പിട്ട് പ്രാർത്ഥിക്കുന്നു. തീഷ്ണതയോടുകൂടിയുള്ള പ്രാർത്ഥന. കുറേ നേരം മുട്ടുകുത്തി പ്രാർത്ഥിച്ചിട്ട് ഈശോ എഴുന്നേറ്റ് നിൽക്കുന്നു. പ്രാർത്ഥന കൊണ്ട് ശക്തി പ്രാപിച്ചതുപോലെ തോന്നി. മുഖം ആകാശത്തേക്ക് ഉയർത്തിപ്പിടിച്ചിരിക്കുകയാണ്. ആ മുഖത്ത് ആത്മീയതയുടെ വെളിച്ചമുണ്ട്. വേനൽക്കാലത്തെ സൂര്യോദയം ആസന്നമായി. ഉദയസൂര്യൻ്റെ ആദ്യ കിരണങ്ങൾ ആ മുഖത്തെ കൂടുതൽ പ്രകാശമാനമാക്കുന്നു. ഇപ്പോൾ പുഞ്ചിരിച്ചുകൊണ്ടാണ് ഈശോ പ്രാർത്ഥിക്കുന്നത്. നേരത്തെ പ്രാർത്ഥിച്ചപ്പോൾ നെടുവീർപ്പിട്ടിരുന്നു. മാനസികമായ എന്തോ ദുഃഖം ഈശോയ്ക്ക് ഉണ്ടായിരുന്നിരിക്കാം. ഈശോ കൈകൾ പൂർണ്ണമായും വിരിച്ചു പിടിച്ചിരിക്കുന്നു. ജീവനുള്ളതും അലൗകികവുമായ പൊക്കമുള്ള ഒരു കുരിശ് പോലുണ്ട്. ആ മുഖഭാവം അതീവ ശാന്തമാണ്. ആ പ്രദേശം മുഴുവനെയും ഉഷസ്സിനെയും മറഞ്ഞു പോകുന്ന ജലാശയത്തെയും എല്ലാത്തിനെയും അനുഗ്രഹിക്കുന്നത് പോലെയാണ് ഈശോയുടെ നിൽപ്പ്. ഗുരു, ഞങ്ങൾ അങ്ങ് എവിടെയെല്ലാം തിരക്കി. ഞങ്ങൾ മീൻ പിടിച്ചിട്ട് മടങ്ങി വന്നപ്പോൾ കതക് തുറന്നിരിക്കുന്നത് കണ്ടു. അങ്ങ് പുറത്തേക്ക് പോയി എന്ന് കരുതി. എന്നാൽ അവിടെങ്ങും നോക്കിയിട്ട് കണ്ടില്ല. അവസാനം ചന്തയിലേക്ക് കൊണ്ടുപോകാൻ കുട്ടകൾ നിറച്ചു കൊണ്ടിരുന്ന ഒരു കൃഷിക്കാരനാണ് ഞങ്ങളോട് വിവരം പറഞ്ഞത്. ഞങ്ങൾ ഈശോയെ ഈശോയെ എന്ന് വിളിച്ചുകൊണ്ടാണ് നടന്നത്. അപ്പോൾ അയാൾ ചോദിച്ചു, ജനക്കൂട്ടത്തോട് പ്രസംഗിക്കുന്ന ആ റബ്ബിയാണോ നിങ്ങൾ അന്വേഷിക്കുന്നത്? അദ്ദേഹം മലയിലേക്ക് പോകുന്ന ഈ വഴിയിലൂടെയാണ് പോയത്. മിക്കായുടെ ഒലിവ് തോട്ടത്തിൽ കാണും. അദ്ദേഹം കൂടെ കൂടെ അവിടെ പോകാറുണ്ട്. അവിടെ വെച്ച് ഇതിനു മുമ്പ് ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. അയാൾ പറഞ്ഞത് ശരിയായിരുന്നു. ഗുരു, അങ്ങ് എന്താണ് ഇത്ര നേരത്തെ പുറത്തേക്ക് പോകുന്നത്? അങ്ങ് എന്തുകൊണ്ട് വിശ്രമിച്ചില്ല? കിടക്ക അത്ര സുഖമുള്ളതായിരുന്നിരിക്കില്ല. പത്രോസേ, അങ്ങനെയല്ല, നല്ല സുഖമുള്ള കിടക്ക, മനോഹരമായ മുറി. ഏകാന്തതയിലിരുന്ന് പ്രാർത്ഥിക്കുക ഞാൻ കൂടെ കൂടെ ചെയ്യാറുള്ളതാണ്. എൻ്റെ ആത്മവീര്യം ഉയർത്തുന്നതിനും പിതാവുമായി ഐക്യം പ്രാപിക്കുന്നതിനും ഇതാവശ്യമാണ്. തനിക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും ശക്തി ആർജിക്കുന്നത് പ്രാർത്ഥനയിലൂടെയാണ്. നാം എല്ലാം നേടുന്നത് പ്രാർത്ഥന വഴിയാണ്. പ്രാർത്ഥന കൊണ്ട് കാര്യസാധ്യം ഉണ്ടായില്ലെങ്കിൽ തന്നെ അത് നമുക്ക് മനസ്സമാധാനവും സംതൃപ്തിയും നൽകും. നീതിയുടെ പാത കൈവിടിയാതെ പലതും സഹിക്കാനുള്ള ശക്തി പ്രാർത്ഥന നൽകുന്നു. ഉദ്ദിഷ്ടകാര്യം സാധിക്കാനുള്ള പ്രാർത്ഥന ദൈവം എപ്പോഴും കേട്ടു എന്ന് വരില്ല. അത് ദൈവത്തിന് നമ്മോട് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല. എല്ലാ മനുഷ്യരുടെയും നന്മയ്ക്ക് വേണ്ടി ദൈവം നിശ്ചയിച്ചിട്ടുള്ള ഒരു ക്രമീകരണത്തിൻ്റെ ഭാഗമായി നാം ഇതിനെ കാണണം. നമ്മുടെ ചുറ്റും സംഭവിക്കുന്ന കാര്യങ്ങൾ നമ്മൾ അസ്വസ്ഥരാക്കാം. വ്യക്തമായി ചിന്തിക്കുന്നതിനെ അശക്തരാക്കാം. അങ്ങനെയുള്ള മനസ്സും ഹൃദയവുമായി ആർക്കെങ്കിലും ദൈവത്തെ ദർശിക്കാൻ കഴിയുമോ? അങ്ങ് പറയുന്നത് നേരാണ്. പക്ഷേ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ അറിഞ്ഞുകൂടാ. അങ്ങ് പ്രാർത്ഥനയ്ക്ക് പ്രയോഗിക്കുന്ന മനോഹരമായ പദങ്ങൾ ഞങ്ങളുടെ നാവിൽ ഉദിക്കുകയില്ല. നിങ്ങൾക്കറിയാവുന്ന വാക്കുകൾ കഴിയുന്നത്ര ഭംഗിയായി പറയുക. പ്രാർത്ഥനയിൽ ഉപയോഗിക്കുന്ന വാക്കുകളല്ല, ആ വാക്കുകൾക്ക് പിറകിലുള്ള ഹൃദയവികാരമാണ് പ്രാർത്ഥനയെ പിതാവിനെ സ്വീകാര്യമാക്കുന്നത്. അവിടുന്ന് പ്രാർത്ഥിക്കുന്നത് പോലെ പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്ക് മോഹമുണ്ട്. ഞാൻ നിങ്ങളെ പ്രാർത്ഥിക്കാനും പഠിപ്പിക്കാം. ഈ പ്രാർത്ഥന നിങ്ങളുടെ ചുണ്ടുകളിൽ അർത്ഥശൂന്യമായ മന്ത്രസൂക്തങ്ങൾ ആകാതിരിക്കാൻ ഹൃദയത്തിൽ കുറച്ചൊരു പരിശുദ്ധി വേണം. പ്രകാശവും വിവേകവും വേണം. അതുകൊണ്ടാണ് ആദ്യം ഞാൻ നിങ്ങൾക്ക് ഉപദേശം നൽകുന്നത്. കുറേ കഴിഞ്ഞ് നിങ്ങളെ പരിശുദ്ധമായി പ്രാർത്ഥന പഠിപ്പിക്കും. നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത്? ഞാൻ എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടുണ്ടോ? ഒന്നുമില്ല ഗുരു. എന്നാൽ അങ്ങിൽ നിന്ന് പലതും നേടാൻ ആഗ്രഹിച്ച്
വളരെയധികം ആളുകൾ വരുന്നുണ്ട്. കഫർനാമിൽ നിന്ന് കുറേ പേർ വരുന്നു. അവർ ദരിദ്രരും രോഗികളും ആശ മങ്ങിയവരുമാണ്. സന്മനസ്സുള്ളവരും അങ്ങയുടെ പ്രബോധനം കേട്ടു പഠിക്കാൻ താല്പര്യമുള്ളവരുമാണ്. അങ്ങയെപ്പറ്റി അവർ അന്വേഷിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഗുരു ക്ഷീണിച്ച് കിടന്നുറങ്ങുകയാണ്. നിങ്ങൾ പോയിട്ട് അടുത്ത സാബത്ത് ദിവസം വരിക. നീ അങ്ങനെ പറയരുത്. ആഴ്ചയിൽ ഒരു ദിവസം മാത്രം കരുണ കാട്ടിയാൽ പോരാ. ആഴ്ചയിലെ ഓരോ ദിവസവും ഞാൻ സ്നേഹവും വെളിച്ചവും ആരോഗ്യവും ആകുന്നു. പക്ഷേ അങ്ങ് ഇതുവരെ സാബത്ത് ദിവസം മാത്രമല്ലേ പ്രസംഗിച്ചിട്ടുള്ളൂ? അങ്ങനെ ചെയ്തത് ആളുകൾക്ക് എന്നെപ്പറ്റി അറിയാൻ പാടില്ലാതിരുന്നത് കൊണ്ടാണ്. ഇപ്പോൾ ആളുകൾക്ക് എന്നെ അറിയാം. ഇനി അങ്ങോട്ട് ദിവസവും ദൈവാനുഗ്രഹത്തിൻ്റെ പ്രവാഹം തന്നെ ഉണ്ടാകും. ധാരാളം അനുഗ്രഹങ്ങളും ലഭിക്കും. ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു, മനുഷ്യപുത്രന് ആഹാരം കഴിക്കാനും വിശ്രമിക്കാനും ഒരു നിമിഷം പോലും ലഭിക്കാത്ത കാലം വരുന്നു. മരത്തിൻ്റെ ഇലയിൽ ഇരുന്ന് ഏതാനും ധാന്യങ്ങൾ കുറിക്കാൻ കുരുവിക്കുള്ളത്ര സമയം പോലും എനിക്ക് കിട്ടാതെ വരും. അങ്ങനെയാണെങ്കിൽ ഗുരു രോഗിയായി തീരില്ലേ? ഇത് ഞങ്ങൾ അനുവദിക്കില്ല. അങ്ങയുടെ കാരുണ്യം അങ്ങയെ അപകടത്തിലാക്കരുത്. ഇതെൻ്റെ സൗഖ്യം കെടുത്തുമെന്നാണോ നിങ്ങൾ കരുതുന്നത്? ലോകം മുഴുവൻ എൻ്റെ വാക്കുകൾ ശ്രവിക്കാൻ വന്നാൽ അവരുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് എൻ്റെ നെഞ്ചിൽ ചാരി വിലപിക്കാൻ തയ്യാറായാൽ, ആത്മാവിൻ്റെയും ശരീരത്തിൻ്റെയും വ്യാധികൾ മാറ്റാൻ എൻ്റെ അടുത്ത് വന്നാൽ, പ്രസംഗിച്ചും പാപമോചനം നൽകിയും അത്ഭുതങ്ങൾ പ്രവർത്തിച്ചും തളർന്നു വീണാൽ കൂടി ഞാൻ അത്യധികം സന്തോഷവാനായിരിക്കും. ഞാൻ പിതാവിലായിരുന്നു, അത് സ്വർഗമായിരുന്നു. ആ സ്വർഗം വിട്ടുപോകുന്നതിൽ എനിക്കൊരു വല്ലായ്മയും തോന്നുന്നില്ല. എൻ്റെ അടുത്തേക്ക് വന്നിരുന്ന അവർ ഏതു ദേശത്തു നിന്നുള്ളവരായിരുന്നു? കോറാസമിൽ നിന്നും, ബെത്സദായിൽ നിന്നും, കഫർനാമിൽ നിന്നുമുള്ളവർ. ചിലർ ടൈബേറിയസ്, ഗർഗേസ എന്നീ പട്ടണങ്ങളിൽ നിന്നും ഉള്ളവരായിരുന്നു. ആ പട്ടണങ്ങൾക്ക് സമീപമുള്ള നൂറുകണക്കിന് ഗ്രാമങ്ങളിൽ നിന്നും ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ കൊറാസമിലും ബെത്സദയിലും അതിനടുത്തുള്ള ഗ്രാമങ്ങളിലും ചെല്ലുമെന്ന് അവരോട് പോയി പറയും. എന്തുകൊണ്ടാണ് കഫർനാമിൽ പോകാത്തത്? ഞാൻ എല്ലാവർക്കും വേണ്ടിയാണ് വന്നിട്ടുള്ളത്. എല്ലാവർക്കും എന്നെ കാണാനും കേൾക്കാനും അവസരമുണ്ടാകണം. വൃദ്ധനായ ഐസക് എന്നെ കാത്തിരിക്കുന്നു. നമ്മളയാളെ നിരാശപ്പെടുത്തരുത്. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഇവിടെ കാത്തു നിൽക്കുമോ? ഇല്ല, ഞാൻ പോകുകയാണ്. നിങ്ങൾ കഫർനാമിൽ താമസിക്കണം. അവിടെ നിന്നും ആളുകളെ എൻ്റെ അടുത്തേക്ക് പറഞ്ഞേക്കണം. ഞാൻ കുറേ കഴിഞ്ഞ് മടങ്ങി വരും. ഞങ്ങളിവിടെ തനിച്ചായി പോകുമല്ലോ. പത്രോസ് വ്യസനിച്ചു. പത്രോസേ, വിഷമിക്കേണ്ട. അനുസരണം നിന്നെ സന്തുഷ്ടനാക്കും. ഉപകാരമുള്ളൊരു ശിഷ്യനാണ് എന്ന ബോധ്യം നിനക്ക് ആശ്വാസമായിരിക്കും. ഞാനീ പറഞ്ഞത് മറ്റുള്ളവർക്കും ബാധകമാണ്. പത്രോസ്, ആൻഡ്രു, ജെയിംസ് ഇവരുടെ മുഖം പ്രസാദിച്ചു. ഈശോ അവരെ അനുഗ്രഹിച്ചിട്ട് അവിടെ നിന്നും പോകുന്നു. ദർശനം ഇങ്ങനെ അവസാനിക്കുന്നു.